ഹേ ഗായ്സ്, അപ്പോൾ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്തായിരിക്കും എന്നല്ലേ, ഇന്ന് 31 December ആണ്. ഇപ്പം തന്നെ കാര്യം മനസ്സിലാക്കാണല്ലോ, ലാസ്റ്റ് ഡേ ഓഫ് 24 ഷൂട്ട് ചെയ്യാമെന്ന് കരുതി. അപ്പം ഇപ്പോൾ കോളേജിൽ പോകാൻ വേണ്ടി റെഡി ആവാണ് കേട്ടോ. ഇനി റെഡി ആയി കഴിഞ്ഞു, ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ക്ലാസ്സിൽ പോകണം. അപ്പോൾ ഇങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് പിന്നെ ഒരു സസ്പെൻസും ഉണ്ട് കേട്ടോ. അതെന്താണെന്നുള്ളത് വഴിയെ പറയാം. അപ്പം കോളേജിൽ പോയിട്ട് ബാക്കി കാണാം. അപ്പോൾ നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുക. ബ്രേക്ക്ഫാസ്റ്റ് ഇന്നത് പൂരിയും കിഴങ്ങറിയും ആണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കഴിക്കുന്നവരെ വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു കേട്ടോ. മാലു, ഐഷും, വസും ഒക്കെ. പുതിയ ബാച്ചിലെ ജൂനിയേഴ്സിന് 1-ാം തീയതി ഫ്രഷേഴ്സ് ആട്ടോ. ന്യൂ ഇയർ സെലിബ്രേഷനും ഫ്രഷേഴ്സും ഒക്കെ ഒരു ദിവസം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ പ്ലാനിങ്ങിലും തത്രപ്പാടിലായിരുന്നു. ക്ലാസ്സിൽ രാവിലെ കയറി ചെന്നപ്പോൾ കണ്ട സീനിൽ പ്ലാനിങ്ങിന് ഒട്ടും കുറവില്ലാതെ പ്ലാനിങ് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ക്ലാസ്സിലുള്ള ബാക്കി എല്ലാവരും വെറുപ്പിക്കുന്നുള്ളത് നിർബന്ധമായിരുന്നല്ലോ. സനിയും നന്ദിനും ഒക്കെ ആയിട്ട് എല്ലാവരും വെറുപ്പിച്ച് ഒരു വഴിയാക്കിയിരിക്കുകയായിരുന്നു. കോട്ടപ്പടി 2 വാക്ക് അങ്ങനെ ആദ്യത്തെ പീരീഡ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഹെർബൽ ഗാർഡനിൽ പോയിട്ട് പ്ലാന്റ്സും കാര്യങ്ങളും പഠിക്കാൻ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഓരോ ചെടികളും നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. ഏയ് ഗായ്സ്, അപ്പോൾ ചെടികളുടെ ഇടയ്ക്കുന്നത് ഞങ്ങൾ എവിടെ നിന്നാന്നല്ലേ, ഞങ്ങളുടെ ഹെർബൽ ഗാർഡനിൽ നിന്നാണ് കേട്ടോ. രവിയമ്മ വരെ മിസ് ചെടി നോക്കാൻ വിട്ടതാ. അപ്പം വീഡിയോ എടുക്കാന്ന് വെച്ചു. ഇത് തങ്കമുണ്ട്, ദേവിയുണ്ട്, നിതയുണ്ട്. നിത ഭയങ്കര എഴുത്താട്ടോ. നിത പഠിക്കുന്നുണ്ട്. ബാക്കി കുറച്ച് പഠിക്കുന്ന ആൾക്കാരെ കൂടി കാണിച്ചു തരാം. എടാ, ഇത് അതിലേതേത് ചെടിയാ? പുച്ചാണോ? ഇതാണ് ചിത്രകം ഇല്ലേ? കണ്ടോ, ഏറ്റവും നന്നായി ദ്രവ്യം പഠിക്കുന്ന ആൾക്കാർ. ഗൈസ് എല്ലാം പറയണം, എടുത്തോണ്ടിരിക്കുക. ഇത് ദ്രവ്യം ഗാർഡൻ വിസിറ്റ് ആണ് ഗൈസ്. ഞങ്ങൾ ചെടികളുടെ പേരുകളൊന്നും അറിയില്ല, ചെടികൾ അറിയില്ല. അപ്പൊ ഞങ്ങൾ അത് പഠിക്കാൻ നിൽക്കുന്നത് ചിത്രകം, കൊടുവേലി, വെള്ളക്കൊടിവേലി. നമ്മള് ആട് സിനിമയില് കണ്ടിട്ടില്ലേ കൊടുവേലി? നീലക്കൊടുവേലിനെ കുറിച്ച് പറയുന്നില്ല ആട് സിനിമയില്. അതിന്റെ ഒരു വെറൈറ്റിയാണ് ചിത്രം കൊടുവേലി. അപ്പൊ നമുക്കിപ്പോ ലഞ്ച് ബ്രേക്ക് കഴിക്കാൻ എന്താ നോക്കണ്ടേ? ചിക്കൻ 65 ഉണ്ട്, ഉരുളക്കിഴങ്ങ് കറിയുണ്ട്, വേറെ എന്തോ അറിയാത്ത കറിയുണ്ട്, നാരങ്ങുണ്ട്. പിന്നെ വെജുകാർക്ക് ഗോബി ഉണ്ട് കേട്ടോ. കഴിഞ്ഞു. ഇതേപറ്റി എല്ലാവരും ഇന്ന് കഴിക്കുന്നുണ്ടോ? ഹായ് ഹായ് പൂക്കീസ്, ഹായ് പൂക്കീസ്. മുടി അഴിച്ചിട്ട് പൂക്കി ആത്മാർത്ഥതയുടെ നിറങ്ങൾ. അങ്ങനെ ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ് ഒരു പീരീഡ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇറങ്ങി കേട്ടോ. നേരത്തെ പറഞ്ഞ സർപ്രൈസ് ഇല്ലേ, അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസത്തേക്ക് വേണ്ടി മാത്രം ഞാൻ കോളേജിൽ പോയിട്ട് വീണ്ടും ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോയായിരുന്നു. 31-ാം തീയതി അല്ലേ, രാത്രി പള്ളിയിൽ ആരാധന കൂടണം എന്ന് വലിയ ആഗ്രഹമായിരുന്നു. അപ്പോൾ അങ്ങനെ 1-ാം തീയതി പിന്നെ വീട്ടുകാരോടൊപ്പം ആഘോഷിക്കാമല്ലോ എന്നൊക്കെ കരുതി ആലുവയിൽ ട്രെയിൻ പിടിച്ച് നേരെ പോവുമായിരുന്നു വീട്ടിലേക്ക്. ഭയങ്കര മടുപ്പായിരുന്നു കേട്ടോ യാത്ര, ചൂടും പോരാത്തതിന് ട്രെയിനാണെങ്കിലോ അവിടെ പിടിച്ചിട്ട് ഒടുക്കത്തെ ലേറ്റ്. പിന്നെ ഒന്നും നോക്കിയില്ല, പഴംപൊരി കൊണ്ടുപോയ ചേട്ടൻ്റെ നിന്ന് ഒരു സെറ്റ് പഴംപൊരി മേടിച്ച് അതങ്ങനെ കഴിച്ചിരിക്കുകയായിരുന്നു. 5 മണിക്കൂർ പെട്ടെന്ന് പോകണമല്ലോ, എന്താ ആലോചിക്കാമെന്ന് വിചാരിച്ചിരുന്നപ്പോഴത്തേക്കും പെട്ടെന്ന് ആലോചിച്ചത് 1 വർഷം എത്ര പെട്ടെന്നല്ലേ പോയത്. എന്തോരം നല്ല കാര്യങ്ങളും അതേപോലെ തന്നെ മോശം എന്ന് പറയാൻ പറ്റില്ല, എന്നാലും നമുക്ക് അന്നേരത്തേക്ക് കുറച്ച് പണി വരുന്ന രീതിയിൽ പണി കിട്ടിയ സംഭവങ്ങളൊക്കെ അങ്ങനെ ഓർത്തിരുന്ന സമയം വൈകാതെ വീടെത്തിയിട്ടില്ല കേട്ടോ. ഊബർ എടുത്ത് വീട്ടിലേക്ക് പോവുമായിരുന്നു.
അങ്ങനെ വീട്ടിലേക്ക് നടന്നു പോയപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് സർപ്രൈസ് തരാൻ വരുമെന്നൊക്കെ ഞാൻ വെറുതെ പ്രതീക്ഷിച്ചിരുന്നു. ആരും വന്നില്ല. ഞാൻ തന്നെ ഊബർ എടുത്ത് പോകേണ്ടി വന്നു. അതൊക്കെ കഴിഞ്ഞ് മെല്ലെ നടന്ന് വീട്ടിൽ പോയപ്പോൾ ഇതേ ഇരിക്കണോ എൻ്റെ സർപ്രൈസ്. ബിനിലും കൊച്ചമ്മയും വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ലൈക്ക് എല്ലാവരും രാത്രി സമയമാകുമ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാവുമല്ലോ കരുതിയിട്ട് വന്നതായിരുന്നു. അപ്പോഴേക്കും എൻ്റെ ടൈമിങ് കറക്റ്റായിട്ട് ഞാനും എത്തി. പിന്നെ വേഗം പോയി കുളിച്ച് ഫ്രഷ് ആയി പള്ളിയിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ടോ. അപ്പോൾ അതൊക്കെ ഉടുമ്പടി ശുശ്രൂഷയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ പള്ളി അവസാനിച്ചത്. അപ്പോൾ എൻ്റെ സ്റ്റാർട്ടിങ് ഒരു അടിപൊളി സ്റ്റാർട്ടിങ് ആയിരുന്നു. നിങ്ങളുടേത് അടിപൊളി സ്റ്റാർട്ടിങ് ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ന്യൂ ഇയർ വിഷ് ചെയ്തുകൊണ്ട് ഇവിടെ നിർത്തുവാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.